ഹായ് ഹലോ, നമ്മൾ ഡോണാപോള ക്ലിഫിലാണ് ഇപ്പോൾ ഉള്ളത്. ഗോവയിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഡോണാപോള ക്ലിഫ്. ഇത് പണ്ടത്തെ പോർച്ചുഗീസ് ഗോവ ഭരിച്ചിരുന്ന സമയത്ത് പോർച്ചുഗീസ് വൈസ്രോയ് ആയിരുന്ന ആളുടെ മകള് ഡോണാപോള ഒരു നോർമൽ ഫിഷർമാനെ ഇഷ്ടപ്പെടുകയും അത് വൈസ്രോയ് സമ്മതിക്കാതെ വന്നപ്പോൾ ഈ ക്ലിഫിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുമാണ് ഐതിഹ്യം എന്നല്ല പറയപ്പെടുന്നത്. സോ ഇതൊരു ലവേഴ്സ് പാരഡൈസ് ആയിട്ടും കൂടിയാണ് അതുകൊണ്ട് അറിയപ്പെടുന്നത്. കാരണം പ്രണയത്തിന് വേണ്ടി മരിച്ച ഒരു ലേഡിയുടെ ഒരു സ്മാരകം പോലെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. സോ ലെറ്റ്സ് സീ. ഇതാണ് ഡോണാപോള ക്ലിഫിൻ്റെ സൈറ്റ് സീയിങ് പോർഷൻ. അതിന് മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ നടുകടലിന് നടുക്കിൽ വിട്ട പോലെ തോന്നും. പിന്നെ ഇനി എൻട്രി ഫീസുകളുടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പെർ ഹെഡ് അഡൾട്ട്സിന് 50 റുപ്പീസാണ്. 10 to 18 ഏജിനുള്ളിലുള്ളവർക്കാണെങ്കിൽ 25 റുപ്പീസാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റ്സിന് ഫ്രീ ആണ്. റെസിഡൻഷ്യൽ പ്രൂഫ് മാത്രം കാണിച്ചാൽ മതി. പിന്നെ ഞങ്ങളുടെ മാളു 10 വയസ്സിന് താഴെ ആയതുകൊണ്ട് കുട്ടീനെ ഞങ്ങൾ ഓസിന് കയറ്റി. ഞങ്ങൾ രണ്ടാളും 50 രൂപയുടെ 2 ടിക്കറ്റും എടുത്തു. ഇനി അതിന് മുകളിൽ ചെന്ന് എത്തുന്ന സമയത്ത് ഞങ്ങളും പ്രണയം മൂത്ത് താഴേക്ക് ചാടും എന്നുള്ളത് അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. സോ നമുക്ക് പോയി കാണാം. കഴിഞ്ഞ തവണ ഞങ്ങൾ സിംഗപ്പൂർ പോയ സമയത്ത് എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ബാക്ക് പാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് വളരെയധികം ആഗ്രഹിച്ച് അന്വേഷിച്ച് നടന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യൂട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് നിറച്ച് യൂണിക്കോണിൻ്റെ പടമുള്ളൊരു ബാക്ക് പാക്ക്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളവും അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വെച്ചു. പിന്നെ ഞാനിങ്ങനെ ഈ ഫോണും കൊണ്ട് നടക്കുന്നതുകൊണ്ട് രഞ്ജുവായിട്ട് അതിങ്ങനെ കൊണ്ട് നടക്കുവാണ്. പാവം ഈ കുഞ്ഞ് ലഗേജ് ഏറ്റിപ്പോഴേ തന്നെ കുറച്ച് വേർപ്പിൻ്റെ അസ്കിരിയുള്ള കുട്ടിയാണ്. ഇതിങ്ങനെ പല തട്ടായാണ് മുകളിൽ വരേക്ക് ഇങ്ങനെ എത്തുന്നത്. അങ്ങനെ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. കുറേ സ്റ്റെപ്സ് ഇങ്ങനെ മുകളിലോട്ട് കയറി പോയിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുന്നത്. ഇൻ ബിറ്റ്വീൻ കടലിലോട്ട് കുറച്ച് ഇറക്കി ഉള്ളൊരു പാറയിൽ ഒരു നല്ലൊരു വെള്ള ശില്പമുണ്ട്. ഡോണാപോളയുടെയും ലവറുടെയും സ്റ്റാച്യൂസ് ആയിട്ടാണ് ഇത് കരുതുന്നത്. ഈ ഡോണാപോള ക്ലിഫ് ഒരു ലവേഴ്സ് പാരഡൈസ് ആയിട്ടാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നില്ല അത് ഡോണാപോള ഇവിടെ നിന്ന് ചാടി മരിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഫീൽ ഇവിടെ കൊണ്ട് തോന്നുന്നത് എന്നുള്ളത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ചുറ്റും വെള്ളം, അതിങ്ങനെ പാറക്കെട്ടുകളിൽ തല്ലിച്ചെതറിപ്പോകുന്നു. നല്ല രസത്തിൽ ഓളം വിട്ടിങ്ങനെ ഒഴുകി പോകുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നിറച്ച് പൂക്കൾ അതിൻ്റെ ഇതളുകൾ വീണ് കിടക്കുന്ന ഈ ഒരു ചവിട്ടുപടികൾ എല്ലാം കൂടി ശരിക്കും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രണയം വരും. ശരിക്കും ഇങ്ങനെ തിരക്ക് അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിവിടെ വന്ന് നിൽക്കണതെന്ന് വെച്ചാൽ നോക്കൂ, നമുക്ക് ശരിക്കും നല്ലൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമല്ലേ. അപ്പോൾ ശരിക്കും അല്ലേ ലവേഴ്സ് പാരഡൈസ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഡോണാപോള ഐലൻഡിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്, ഈ ഒരു ക്ലിഫിൻ്റെ. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല തിരക്കുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗോവയിലത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഇവിടെ. ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്നാണ് ഡോണാപോള എന്ന് പറയുന്ന ലേഡി താഴേക്ക് ചാടിയിട്ടുള്ളത്. ഇവിടെ ഡൈവിങ് ആൻഡ് സ്വിമ്മിങ് അലൗഡഡ് അല്ല, ബോട്ടിംഗ് നടക്കുന്നുണ്ട് ഇവിടെ.
അപ്പോൾ നമ്മൾ ഗോവയിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, എവിടെയെല്ലാം വാട്ടർ ബോഡീസ് ഉണ്ടോ അവിടെയെല്ലാം അവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിലെല്ലാം വാട്ടർ സ്പോർട്സ് വെച്ച് ടൂറിസം അട്രാക്ട് ചെയ്യുന്നുണ്ട്. മാളു സൈഡിൽ നിന്ന് ചെറിയ ചെറിയ സ്റ്റെപ്പ് ഇടുന്നുണ്ട്. എന്തുദ്ദേശിച്ചിട്ടാണെന്ന് അറിഞ്ഞൂടാ, അവിടെ പാട്ടൊന്നുമില്ല. ഈ മരം ഉണ്ടല്ലോ, അരളിപ്പൂവാണ് ഉണ്ടായി നിൽക്കുന്നതെല്ലാം. ഇതിനിടയിലെല്ലാം ബോഗൻവില്ലയും കൂടിയും പടർന്ന് പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അരളിപ്പൂവ കാണണമെങ്കിലും നേരത്തെ നമ്മൾ ആ സ്റ്റാച്ചു കണ്ടിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നോക്കുമ്പോൾ നിറച്ച് ബോഗൻവില്ലയാണ്. നിറച്ചിങ്ങനെ അതിൻ്റെ ഇതളുകൾ വീണ് കിടക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നല്ല ഭംഗിയായിട്ട് രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോൾ ഉപയോഗമില്ലെന്ന് തോന്നുന്നു, കാരണം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് അടപടലം ഇളകി കിടക്കുന്നുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ഇത്രയും ഹൈറ്റിൽ നമ്മളിങ്ങനെ വന്നിട്ട് ചുറ്റി വെള്ളമൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊന്ന് ചാടി ഡൈവ് ചെയ്യാനൊക്കെ തോന്നും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ സംശയം, ഈ ഡോണാപോളയും ശരിക്കും ഇവിടെ വന്ന് ഭംഗി കണ്ട് നിന്ന സമയത്ത് അറിയാതെങ്ങാനും കാല് തെറ്റി വീണതോ ചാടിയതോ ആണോ ഡൈവ് ചെയ്യാനുള്ളതാണ്. എന്തായാലും എനിക്ക് തോന്നിയ ഈ സംശയക്കഥ ഇവിടെ നിൽക്കുന്ന 4 ആളിൽ ആരെങ്കിലും മലയാളികൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കേട്ടിട്ട് എന്നെ തല്ലാൻ വരുന്നതിന് മുന്നേ ഞാൻ താഴെ ഇറങ്ങാൻ പോവുകയാണ്. ഈ വെള്ളത്തിലോട്ട് നീണ്ടു കിടക്കുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ കാണുന്നത്, അവിടെ എല്ലാം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടേക്ക് ഇറങ്ങാനുള്ള ഒരു കണക്ഷൻ വേറെ ഇവിടെ ഏതോ വഴി കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇതിപ്പോൾ അന്വേഷിച്ച് പോകാനുള്ള സമയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 1 ഹവറിനുള്ളൊരു ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടേക്ക് അന്വേഷിച്ച് പോകാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾ ഗോവയിൽ വരുന്ന സമയത്ത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വഴി ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ലാൻഡ് എക്സ്റ്റൻഷനിലോട്ടൊന്ന് പോയി നിന്ന് നോക്കൂ. എനിക്ക് തോന്നുന്നു ചുറ്റും ഇങ്ങനെ വെള്ളം ഉള്ളപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ്റെ തുമ്പത്ത് പോയി ഇങ്ങനെ നിൽക്കാൻ നല്ല വേറെ തന്നെ ഒരു വൈബായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഗോവയിൽ വരുന്ന സമയത്ത് ഡോണാപോള ക്ലിഫ് മിസ് ചെയ്യാതെ പറ്റുന്നുണ്ടെങ്കിൽ കാണുക. നല്ലൊരു സ്പേസാണ്, നല്ല റൊമാൻറ്റിക് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഒരു ക്രൂയിസിലേക്ക് പോവുകയാണ്. അതിൻ്റെ വീഡിയോസ് വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.